അതെ, കുറേ ആയിട്ട് ലക്ഷ്യത്തിലേക്ക് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. കൃത്യമായൊരു ഓട്ടം ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ പാതി വഴി നിന്ന് പോണതെന്ന് അറിയാം കേട്ടോ. എന്താണേലും ഇനിയും ശ്രമിക്കാം. പ്രായം കുറച്ചുകൂടി ഉണ്ടല്ലോ. അതുവരെ ഒന്നുകൂടെ ശ്രമിച്ച് നോക്കാമെന്നുള്ള ഒരു എന്താ പറയുക, ആ ഒരു ഇത് തന്നെയാണ് ഇപ്പോഴും. അങ്ങനെ അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. 4 മണിയായപ്പോഴത്തേക്ക് എഴുന്നേറ്റിട്ടോ. 4 മണിക്ക് പോരാ, അതിന് മുമ്പ് എഴുന്നേൽക്കണം എന്ന് ഓർക്കും. പക്ഷേ കിടക്കുന്നത് ഈ 11 മണിയൊക്കെ ആവുമല്ലോ. അത് കാരണം 4 മണിയാകുമ്പോഴത്തേക്കും പൊന്താൻ ഇത്തിരി ബുദ്ധിമുട്ട്. എങ്ങനെയായാലും 4 മണിക്ക് എഴുന്നേറ്റ് കുറച്ച് നേരമൊക്കെ നോക്കാനുള്ളതെല്ലാം നോക്കി കുറച്ച് നേരം കഴിഞ്ഞ ദിവസം പഠിച്ച കാര്യങ്ങൾ നോക്കി. അത് കഴിഞ്ഞിട്ട് ഇന്ന് ചെറിയൊരു ടോപ്പിക്കും കൂടെ നോക്കി അതെല്ലാം എഴുതി വെച്ചു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് 6 മണിയായപ്പോഴാണ് പിന്നെ അടുക്കളയിൽ കയറിയത് കേട്ടോ. അടുക്കളയിൽ കയറി അപ്പം ഇന്ന് കുഞ്ഞിട്ടേക്ക് പറഞ്ഞ പോലെ വൈകി പോയാൽ മതി. അത് പറഞ്ഞ് ഒരാശ്വാസം ഉണ്ട് കേട്ടോ. രാവിലെ നേരത്തെ പോകുമ്പോൾ പിന്നെ മൊത്തം കാര്യങ്ങളും കഴിഞ്ഞ് വാതിൽ പൂട്ടി ഇറങ്ങണമല്ലോ. അപ്പോൾ കൊടുവിനെ ഒക്കെ സമാധാനമായിട്ട് പോവാം. അപ്പം ഞാൻ എന്ത് ചെയ്തു, വൻപയർ തോരൻ വെച്ചു. വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. വൻപയർ തോരൻ വെച്ചു. പിന്നെ പുട്ടുണ്ടാക്കാമെന്ന് ഓർത്തു. അരി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അമൃതം പൊടീൻ്റെ പുട്ടാണ് ഉണ്ടാക്കിയത്. അമൃതം പൊടീൻ്റെ പുട്ട് ആദ്യകൂട്ടനൊക്കെ ഇഷ്ടമാണ്, പക്ഷേ കുഞ്ഞിട്ടേക്ക് ഇഷ്ടമല്ല കേട്ടോ. ഞാനും കഴിക്കും. ഞാൻ പിന്നെ ഏതാണേലും കഴിക്കും. അമൃതം പൊടീൻ്റെ പുട്ടായാലും എന്താണെങ്കിലും ഞാൻ എന്നെ ഇങ്ങോട്ട് കടിക്കാത്തൊക്കെ ഞാൻ കഴിക്കും കേട്ടോ. ഇന്നത് വേണമെന്നൊന്നുമില്ല. ചമ്മന്തി ആയാലും നമുക്ക് മതി കേട്ടോ. പിന്നെ ഇത് പ്രധാനമായിട്ട് നിങ്ങളോട് ചോദിക്കാനും കൂടിയാണ്. ഇതെന്താണ് സാധനം എന്ന് എനിക്കറിയില്ല കേട്ടോ. കഴിഞ്ഞ ദിവസം കുഞ്ഞിട്ടേ കൊണ്ടുവന്നതാണ്. ഞാനിത് പണി കഴിഞ്ഞ് വന്നപ്പോൾ കൊണ്ടുവന്നത് കണ്ടപ്പോൾ ഞാനത് പൊട്ടിച്ചു. ഞാൻ ആദ്യം ഓർത്ത് മധുരക്കിഴങ്ങാണ് കേട്ടോ. എന്നിട്ട് ഞാനത് എടുത്തിട്ട് എന്ത് ചെയ്തു, കടിച്ച് നോക്കി. അപ്പം മധുരമില്ല, മധുരക്കിഴങ്ങില്ല, എന്തോ ഒരു ചവർപ്പാണ്. ഇത് എന്തിന് പറ്റുമെന്ന് അറിയാത്ത 3-4 ദിവസമായി എൻ്റെ പച്ചക്കറിക്കൊട്ടയിൽ ഇത് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ആരെയോ കാത്തിരിക്കണ മാതിരി. ഇതെന്ത് ചെയ്യണമെന്ന് എനിക്കും അറിയില്ല. അങ്ങനെ അത് അവിടെ തന്നെ വെച്ചു. ഞാൻ വൻപയർ തോരൻ വെച്ചു. പുട്ട് ആക്കി വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴും ഇവരാരും എഴുന്നേറ്റിട്ടില്ല കേട്ടോ. പിന്നെ രാവിലെ അകമൊക്കെ അടിച്ചു വാരിയിട്ട് ഒരുവിധം പണിയൊക്കെ കഴിഞ്ഞിട്ട് പോയാലേ സമാധാനമുള്ളൂല്ലോ. പിന്നെ പുട്ടുകുറ്റിയിൽ എന്താ അങ്ങനെ തുണി ചുറ്റിയത് നിങ്ങൾ വിചാരിക്കണ്ട കേട്ടോ. ആരോഗ്യത്തിൻ്റെ അതിപ്രസരം കൊണ്ടാണോ എന്താണെന്നറിയില്ല, പുട്ടുകുറ്റി ചളുങ്ങി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഉറച്ചിരിക്കില്ല, ആവി നല്ലപോലെ പെട്ടെന്ന് വരില്ല കേട്ടോ. ഇത് തുണി ചുറ്റിക്കഴിഞ്ഞാൽ ആവി നല്ലപോലെ വരുവേ. അപ്പോൾ അതെൻ്റെ ഒരു പഴയ ചുരിദാറുണ്ടായിരുന്നു കേട്ടോ, കറുപ്പും ചുവപ്പും പുള്ളിയൊക്കെ ആയിട്ട്. അപ്പോൾ ചുരിദാറിൻ്റെ ഒരു കഷ്ണം കീറിയിട്ടാണ് അത്ര ചുറ്റിയേക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് പുട്ടുകുറ്റിയിൽ ഒരു തുണി ചുറ്റിയത്. അപ്പോൾ നല്ലപോലെ ആവിയൊന്നും പുറത്ത് പോകാതെ ഫുള്ളായിട്ട് പെട്ടെന്ന് വരും കേട്ടോ. പിന്നെ അകമൊക്കെ അടിച്ചു വാരിയിട്ടു. പിന്നെ മോനൂസ് ഇല്ലാത്തതുകൊണ്ട് ഏറ്റവും വലിയ കുറവ് അവനാണ് കേട്ടോ. കാരണം അവന് ഉള്ളപ്പോൾ ഇങ്ങനെ മോറ്റാ അതെടുക്കടാ ഇതെടുക്കടാ, എടാ കുഞ്ഞ് അതൊന്നും അങ്ങോട്ട് വെക്കും ഇതൊന്നും ഇങ്ങോട്ട് വെക്കുമോ എന്ന് ചോദിക്കാൻ അവനുണ്ട് കേട്ടോ. ഇതിപ്പോൾ അവന് ഇവിടെ ഇല്ലാത്ത കാരണം മറ്റേ ഞാൻ തുണി അലക്കിക്കൊണ്ട് വന്ന് അവിടെ വെച്ചാൽ മതി, അവൻ വിരിച്ചിട്ടോളും. പിന്നെ തേങ്ങ പൊതിച്ച് തരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്താ പറയുക, കുറേ കാര്യങ്ങൾ വെള്ളം ആക്കി തരാനും, പിന്നെ കൊടുവിനെ ഒന്ന് കുളിപ്പിച്ച് കൊണ്ട് കൊടുത്താൽ ഇന്നിപ്പോൾ കുഞ്ഞിട്ട ഉള്ളതുകൊണ്ട് കുഞ്ഞിട്ട ഉടുപ്പിടിച്ചോളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ അവൻ്റെ കുറവ്. അപ്പോൾ കുഞ്ഞിട്ട അമൃതം പൊടീൻ്റെ പുട്ട് തിന്നാത്തതുകൊണ്ട് പിന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ലേശം ഗോതമ്പ് പൊടി എടുത്തിട്ട്, മധുരമുള്ളത് എന്ത് സാധനവും കുഞ്ഞിട്ട ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മധുരപ്രിയനാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പുട്ട് ഞങ്ങൾക്കും ആക്കി. പിന്നെ ഈ ഗോതമ്പ് പൊടിയിൽ തേങ്ങയും ശർക്കരയൊക്കെ ഇട്ടിട്ട് ജീരകവും ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ നമ്മൾ ഒരുപാട് വെള്ളമാകാതെ ലൂസില്ലാതെ കുഴയ്ക്കുമല്ലോ. എന്നിട്ട് ദോശക്കല്ലിൽ ഇങ്ങനെ പണ്ട് എനിക്കൊക്കെ അമ്മ എത്രയോ ഉണ്ടാക്കി തന്നിട്ടുണ്ട് കേട്ടോ ചെറുപ്പത്തിൽ. നല്ലൊരു എളുപ്പപ്പണിയാണ് കേട്ടോ. അങ്ങനെ സമയത്തൊക്കെ എളുപ്പപ്പണിയാണ്. കട്ടൻ ചായക്ക് കൂട്ടാൻ രസമാണ് കേട്ടോ. അപ്പോൾ കട്ടൻ ചായൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരാഴ്ചയിലും വലിയ കേട്ടോ മുത്താറിപ്പൊടി തീർന്നിട്ട് മുത്താറിപ്പൊടി വാങ്ങാൻ ഞാൻ എപ്പോഴും മറന്നു പോകും കേട്ടോ. അങ്ങനെയായിട്ട് ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ലൈറ്റായിട്ട് ഞങ്ങളും കട്ടൻ ചായ വെച്ച് കുടിച്ചു കേട്ടോ. അപ്പോൾ ഇങ്ങനെ കൈ നനവോട് കൂടിയാണ് നമ്മൾ ദോശക്കല്ലിൽ ഇങ്ങനെ മാവ് വെച്ചിട്ട് കൈ കൊണ്ടിങ്ങനെ അമർത്തുന്നതെന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ വല്ലാതെ ഇത് ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. കയ്യിലാവാതെ തന്നെ നമുക്ക് നല്ലപോലെ പരത്തി കൊടുക്കാൻ പറ്റും. അപ്പോൾ ചെറിയൊരു നനവ് കൈ ഒന്ന് നനച്ച് കൊടുത്താൽ മതി, വെള്ളത്തിലൊന്ന് മുക്കി കൊടുത്താൽ അപ്പം നല്ലപോലെ നമുക്ക് പരത്താൻ പറ്റും കേട്ടോ. അപ്പോൾ രാവിലെ ഈ സമയമായപ്പോഴത്തേക്കും ചോറും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ.
വൻപയർ തോരൻ വെച്ച് വറവിടുകയാണ് ചെയ്തത്. കുരുമുളക് പൊടി ലേശം മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് വറവിടും. എങ്കിൽ ലേശം കുഴഞ്ഞിരിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. മോനൂസിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ എല്ലാവർക്കും തന്നെ അതാണ് ഇഷ്ടം. എനിക്കും അത് തന്നെയാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ അങ്ങനെ വൻപയറൊക്കെ വറവിട്ടു. പിന്നെ ചോറായി. മീൻകറി പിന്നെ തലേദിവസത്തെ മീൻകറി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അകമൊക്കെ അടിച്ചു വാരി. അപ്പോൾ പിന്നെ ഒരെണ്ണം അധികം ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, കടയിലോട്ട് കൊണ്ടുവരികയാണെങ്കിൽ ഇവർ രാവിലെ ഇവിടെ വന്നിട്ടാണല്ലോ അംഗനവാടിയിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ കുടുവിനൊക്കെ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. പിന്നെ അതുപോലെ വൈകുന്നേരം കുടുവിന് കൊടുക്കാം. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും തണുക്കുകയൊക്കെ ചെയ്യും. എന്നാലും ഞങ്ങൾ കാസറോളിലൊക്കെ ഇട്ട് പൂട്ടി കൊണ്ടുവരും കേട്ടോ. അപ്പോൾ ഞാൻ കുളി കഴിഞ്ഞ് വന്നപ്പോഴും ഇവർ ഉറങ്ങി തന്നെയാണ് കേട്ടോ. പിന്നെ ഞാൻ അലക്കാൻ ഇറങ്ങാൻ നേരത്താണ് ആദ്യകൂട്ടനൊക്കെ എഴുന്നേൽക്കണത്. പിന്നെ ഞാനിങ്ങനെ പറയും, ഒന്ന് വിളിക്കുമോ ചോദിച്ച് എല്ലാവരോടും ചോദിച്ച് സോപ്പിട്ടൊക്കെ പിന്നെ കുടു വഴക്കുണ്ടാക്കുവേ. സ്റ്റാൻഡില്ലാത്തതുകൊണ്ട് പലതും ഞാൻ വീഡിയോ പിടിക്കാറില്ല. കാരണം ഇതിങ്ങനെ കൈകൊണ്ട് പിടിച്ചിട്ട് വേണമല്ലോ എന്ന് ഓർത്തിട്ടേ. അപ്പോൾ അങ്ങനെ എന്താ പറയുക, അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാൻ വന്നപ്പോഴത്തേക്കും കുടു എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അലക്കി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും കുടു എഴുന്നേറ്റ് വന്നിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അവനെ സോപ്പിട്ട് വിളിച്ചു കേട്ടോ. ചിരിക്കടോ എന്നൊന്നും പറഞ്ഞിട്ട് ചിരിക്കുന്നില്ല. ലാസ്റ്റ് അവനൊരു ചിരി വന്നത് കേട്ടോ. പിന്നെ വേഗം മെല്ലെ എടുത്തുകൊണ്ട് നേരെ ബാത്റൂമിലേക്ക് പോവും. ബ്രഷും പേസ്റ്റൊക്കെ എടുത്ത് പല്ല് തേച്ച് കുളിച്ചിട്ടാണ് കേട്ടോ പോരുക. പിന്നെ കുളിയെല്ലാം കഴിഞ്ഞ് വന്ന് അപ്പോഴത്തേക്കും ഇവർ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അച്ഛനും മക്കളൊക്കെ വേഗം റെഡിയായി. ഇപ്പം കുഞ്ഞിൻ്റെ അവിടെ ഉള്ളത് കൊണ്ട് ഞാൻ കുളിപ്പിച്ച് കൊണ്ട് കൊടുത്ത കുഞ്ഞിൻ്റെ ഉടുപ്പൊക്കെ ഇടിയിച്ചോളൂ കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വേഗം ചായയൊക്കെ എടുത്തുകൊണ്ട് വന്നു. ആദ്യകൂട്ടനും ഒക്കെ ബുക്കെല്ലാം എടുത്ത് വെച്ചു. ചായ കൊടുത്തു. ഞങ്ങൾ ചായ അപ്പമൊക്കെ കഴിച്ച് 8:45 എനിക്ക് പോകണം കേട്ടോ. സാധാരണ അതിൽ കുഞ്ഞിൻ്റെ 6:30 ആകുമ്പം പോകണ ആളാണ്. വീട്ടിലുള്ളത് കൊണ്ടാണ് ഇത്ര വൈകി പോയാൽ മതി എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ കുടു തന്നെ ഇതാ മുടിയൊക്കെ ചീകി മിടുക്കനായിട്ട് നല്ല കുട്ടിയായിട്ട് പോകാൻ റെഡി ആയിട്ടുണ്ട്. ആദ്യകൂട്ടന് ഇതാ ചായ കുടിക്കുന്നത്. അപ്പോൾ ചായ കുടിക്കുമ്പോൾ നേരെ ജനലിൻ്റെ അവിടുന്ന് നേരെ വെയിൽ മുഖത്തേക്കാണ്. അപ്പോൾ ഞാൻ അവനോട് പറയടാ, നമുക്ക് ചായേൻ്റെ കൂടെ വൈറ്റമിൻ ഡിയും കൂടെ കിട്ടുന്നുണ്ടാ, നല്ല വെയിലാണ്, കൊണ്ടോളാം അറിയായിരുന്നു കേട്ടോ. അങ്ങനെ നേരെ കടയിൽ വന്ന് കയറി 8:45 ആയപ്പോഴത്തേക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ട് എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരോടും ഒരുപാട് താങ്ക്സ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെന്നറിയാം. ഒരുപാട് താങ്ക് യു.